ആൽബേനിയയിൽ ഒരുപാട് ബെൻസ് വണ്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാണിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തൂടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1, 2, മൂന്നാമത്തെ വണ്ടിയും ബെൻസാണ്. അത് കഴിഞ്ഞ് അടുത്ത ബെൻസ്, അതും ബെൻസ്. അത് കഴിഞ്ഞ് ഒരു വണ്ടി കഴിഞ്ഞ് വീണ്ടും അടുത്ത വണ്ടി ബെൻസ്, ഇതും ബെൻസാണ്. ലോഗോ ഊരിപ്പോയി. ഈ കിടക്കുന്നതും ബെൻസാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതും ബെൻസാണ്. കിടക്കുന്നു, അതും ബെൻസാണ്. അതിൻ്റെ പുറകിൽ അടുത്ത ബെൻസ് കിടക്കുന്നു. കാറല്ല, എന്നാലും ഒരു വാനും കൂടെ കിടക്കുന്നു, അതും ബെൻസ് തന്നെ. തീർന്നിട്ടില്ല, ബെൻസ് കിടക്കുന്നു. അപ്പുറത്ത് കിടക്കുന്ന ആ വണ്ടിയും ബെൻസാണ്. ഞാൻ കഴിഞ്ഞു ഓഫ് ചെയ്തതാ, തീർന്നിട്ടില്ല. ലോകത്ത് ആളോഹരി കണക്കിൽ ഏറ്റവും കൂടുതൽ മെഴ്സറീസ് ബെൻസ് ഉള്ള ബെൻസ് ഭ്രാന്തന്മാരുടെ നാടായ അൽബേനിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത്രയും ബെൻസ് കാറുകൾ ഈ നാട്ടിൽ വന്നതിന്റെ പിന്നിൽ ഒരു കൗതുകരമായ ചരിത്രം തന്നെയുണ്ട്. ഈ കഥയിൽ ഈ രാജ്യം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയും ഇവരുടെ പഴയ രാജാവും ഹിറ്റ്ലർ പോലും ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് കാലത്തെ ചരിത്രവും ക്യാപിറ്റൽ സിറ്റിയിലെ കാഴ്ചകളും നമ്മൾ കണ്ടു. ഇന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് ഈ ബെൻസിന്റെ ചരിത്രം നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം. പക്ഷെ അതിനു മുന്നേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ടാസ്ക് തരാൻ പോവുകയാണ്. ബസ് സ്റ്റേഷനിലേക്കുള്ള ഈ നടത്തത്തിൽ നിങ്ങൾ തന്നെ നോക്കുക എത്ര ബെൻസ് കാറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന്. എല്ലാവരും റെഡിയല്ലേ? ആൽബേനിയയുടെ ക്യാപിറ്റൽ ടിറാനയിൽ നമ്മൾ 2 ദിവസം താമസിച്ച വീടിനോട് വിട പറഞ്ഞിറങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് നമ്മുടെ അയൽക്കാരോട് എല്ലാവരോടും ഒരു ബായ് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും വീക്കെൻഡിൻ്റെ അലസതയിൽ പതുക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അവരമ്മച്ചി രാവിലെ പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ പച്ചക്കറി കട കണ്ടു. ഞാൻ അവിടുത്തെ അമ്മച്ചിയോട് കയറിയിട്ട് നട്ട്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അമ്മച്ചി പോകുന്ന വഴിക്ക് ബസ്സിലിരുന്ന് കഴിച്ചുകൊണ്ടോ, പക്ഷേ നട്ട്സ് എന്നുകൊണ്ട് അമ്മച്ചിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെയും ഒരു പച്ചക്കറി കടയുണ്ട്, നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നിടത്തുനിന്ന് നട്ട്സ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം. ബസ്സിലിരുന്ന് കഴിച്ചുകൊണ്ട് പോകാം. 2-2.5 മണിക്കൂറുണ്ട് നമ്മുടെ അടുത്ത സ്ഥലം ബെറാത്തിലേക്കുള്ള യാത്ര. ഹലോ, അമ്മച്ചിമാർ രാവിലെ സാധനങ്ങളൊക്കെ വിൽക്കാനിരിക്കുകയാണ്. കുറച്ച് അമ്മച്ചിമാർ അവിടെ ഫ്രൂട്ട്സൊക്കെ വിൽക്കാനിരിപ്പുണ്ടായിരുന്നു. അടുത്ത പച്ചക്കറി കട. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഓറഞ്ചൊക്കെ മേടിച്ച കടയായിരുന്നു. എവിടെ നട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നട്ട്സ് മേടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു പ്ലാൻ. പക്ഷേ ഇവിടെ നട്ട്സ് കാണുന്നില്ല. നമുക്ക് എന്തായാലും രാവിലെ എന്തെങ്കിലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടുത്തെ ബൈറേക്ക് എന്ന് പറഞ്ഞൊരു ബൈറേക്ക് എന്നൊരു സാധനമുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ സ്ട്രീറ്റ് ഫുഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെന്നെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് ഒരു നല്ല ജ്യൂസും കഴിച്ചിട്ട് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഹലോ, അപ്പച്ചനോട് ഹലോ പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. രാവിലെ നമ്മൾ സ്ഥിരം ടിറാനയുടെ സെൻറ്ററിലോട്ട് നടക്കുന്ന വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ്സാണ് കേട്ടോ, പറയാതിരിക്കാൻ പോയി. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. കുറച്ച് അഴുക്കൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട്, അത് സ്വാഭാവികം. ഇത്ര ആൾക്കാർ താമസിക്കുന്നൊരു വലിയ സിറ്റിയല്ലേ, അത് വെച്ച് കൺസിഡർ ചെയ്യുമ്പം നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ്സാണ് എല്ലാം. ഇവിടെ നമുക്ക് വെയിറ്റ് നോക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരു അപ്പച്ചൻ വെയിങ് മെഷീനായിട്ട് ഇരിപ്പുണ്ട്. എനിക്കൊന്ന് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടെല്ലാം 10ലേക്കാന്ന് തോന്നുന്നു. നമ്മളിവിടെ സ്ഥിരം കോഫി കുടിക്കുന്ന, ലാസ്റ്റ് 2 ദിവസമായിട്ട് രാവിലെ കോഫി കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല കോഫിയും കിട്ടും, സിറ്റിയുടെ നല്ലൊരു വ്യൂവും കിട്ടും. അവിടെ ഇരുന്ന് ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് കോഫി കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ടൗൺ സെൻറ്ററിൻ്റെ അടുത്താണ്. ശരിക്കും ടൗണിൻ്റെ ഒത്ത നടുക്കിൽ ഒരു കഫേ കിട്ടി. അവിടെ നല്ലൊരു കോഫിയും മേടിച്ച് കുടിച്ചുകൊണ്ട് ഇവിടുത്തെ ട്രാഫിക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ആളുകൾ വീഡിയോയിലും ബ്ലോഗിലൊക്കെ എഴുതിയേക്കുന്നത് മനസ്സിലായി. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര മോശമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. ഇത്ര നേരം ഇവിടെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് പോലെ. പുള്ളി അവസാനം മടുത്ത് ഇട്ടിട്ട് പോയതാണെന്ന് അറിയാൻ പോയി. ആളെ ഇപ്പോൾ കാണാനില്ല. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഓടിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് മോശമൊന്നും പറയാനില്ല. നമ്മളിതിലും വേഴ്സായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതൊന്നും അത്ര സീനില്ല. ഇവിടെ വീണ്ടും ഒരു അപ്പച്ചൻ വെയിങ് മെഷീനും കൊണ്ടിരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ആൾക്കാർ വളരെ വെയിറ്റിനെ പറ്റി കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വെയിങ് മെഷീൻസ് കൊണ്ട് ആൾക്കാരിരിക്കത്തില്ലല്ലോ. ഒരു സൈഡിൽ ഒരു അപ്പച്ചൻ രാജാവിനെ പോലെ മേലെ കയറിയിരിക്കുന്നു ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാൻ എവിടെയെങ്കിലും ഒരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിയാണ് ഈ നടക്കുന്നത്. നല്ലൊരു സ്പേസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഹൗ മച്ച്? 150. That one? Yes. Same. Cheese. We have meat? Yes. Meat is fresh. ഇപ്പോൾ അടുത്ത് എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. Thank you. Can I make videos? That's fine. It is not for you. Oh, not for me? Sorry. No problem. ഇതാണ് നമുക്ക് കിട്ടിയ മീറ്റ് ബ്രെഡ്. അതിൻ്റെ കൂടെ നല്ലൊരു കോഫിയും പറഞ്ഞു. രാവിലെ ഇതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ട് നമ്മുടെ കോഫിയും ബ്രെഡും കഴിച്ച് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു കുഞ്ഞ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചനോട് അങ്ങോട്ട് കയറി ഹായ് പറഞ്ഞു. ഇവിടെ അപ്പച്ചൻ ഇങ്ങോട്ട് ഹായ്. അപ്പച്ചൻ ഇംഗ്ലീഷ് അറിയത്തില്ല സംസാരിക്കാൻ, നമുക്ക് ആൽബേനിയനും അറിയത്തില്ല.
അങ്ങനെ ഇന്ത്യ എന്നാന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പച്ചൻ ഭയങ്കര സന്തോഷം. ഓ വെരി ഗുഡ് എന്നിട്ട് മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി ഇതെല്ലാം പറഞ്ഞിട്ടിരിക്കും. പിന്നെ ഹിമാലയ, പിന്നെ ആൽബേനിയയുടെ ടിറാന പോലെ നിങ്ങളുടെ ഡൽഹി എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അപ്പച്ചനോട് കുറേ നേരം സംസാരിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റേഷനിലോട്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ടിറാനയിലെ വീക്കെൻഡിലെ ജീവിതം എങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ കണ്ട് ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക്. ഇവരുടെ ഭാഷയിൽ ഹായ് എങ്ങനെ പറയുന്നത് ആരോടെങ്കിലും ചോദിക്കണം, അതും കൂടെ പഠിച്ചാൽ നല്ലതാണ്. എക്സ്ക്യൂസ് മീ, ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് വിൽ കം ഹിയർ to go to bus terminal. Number 5. Oh, okay, thank you. How do you say hi in Albanian? How is that? Percentage. Yes. Mirëgjit, good day. Okay. Good morning, Merimetris. Yes. Merimetris. Is it number 5? Yes. Is it? Oh, number 4? 4, okay. Okay. നേരത്തെ ബസ്സിൽ ചേട്ടൻ 4 എന്ന് പറഞ്ഞു, പക്ഷേ 5 എത്തി. ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിയിട്ടുണ്ട്. ടെർമിനൽ. Yeah. Very nice. I think this one goes to terminal. Yeah. I think so. Yeah. നാൽപ്പതിലേക്കാണ് നേരെ ഇനി ടെർമിനലിലേക്ക്. കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു ബസ്സിൽ കയറി പോലെ ഉണ്ടായിരുന്നു. കണ്ടക്ടർ ചേട്ടൻ ടിക്കറ്റൊക്കെ കയറി തന്നത് കറക്റ്റ് നാട്ടിലെ നൊസ്റ്റാൾജി ഉണർത്തി. നമ്മുടെ നാട്ടിലെ ബസ് കണ്ടക്ടേഴ്സ് ചേട്ടന്മാരൊക്കെ പിടിക്കുന്ന പോലെ കയ്യിൽ ചില്ലറയും ഒരു കയ്യിൽ ടിക്കറ്റും ഒക്കെ ആയിട്ട് ശരിക്കും നാട്ടിലെ ഒരു ബസ്സിൽ കയറിയ പോലെ തന്നെ ഉണ്ട്. ഇനി കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ടെർമിനൽ അധികം ദൂരമില്ലെന്ന് തോന്നുന്നത്, എത്രയും പെട്ടെന്ന് എത്തും. No, I'll type it for you. Yeah. ഒരാളുടെ അടുത്ത് ചോദിച്ചു പേരെന്താണ് യൂട്യൂബിൽ. Oh, no internet. No internet, yeah. Got it? Yes. Let's see. There you go, that's the one. Okay. The first one, yeah. Okay. But I don't speak in English, so you might not understand. You want to register me? Yeah. Okay. No. New Albanian subscriber, yeah. Bus terminal etti. Thank you, brother. Bye. ബസ് ടൈമിലെത്തി. ഈ ബസ്സിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങോട്ടാണ്. കാരണം ഇവിടുന്ന് സൗത്തിലേക്കും നോർത്തിലേക്കും ഉള്ള വണ്ടികളെല്ലാം ഇവിടുന്ന് തന്നെയാണ് പോകുന്നത്. ഞാനിപ്പോൾ കണ്ട ഒരു പയ്യനും അവൻ്റെ അപ്പനും ഇല്ലേ, അവർ രണ്ടുപേരും നോർത്തിലേക്കാണ് പോകുന്നത്. സ്കോദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോകുന്നത്. എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, നീ പോകുന്ന ബെറാത്തിൽ ആ കുറച്ച് സ്ഥലമേ കാണാനുള്ളൂ, അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്, നോർത്തിലോട്ട് പോരെ, സ്കോദ്രയിലോട്ടും അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ആൽബേനിയൻ ആൽപ്സ് ഒക്കെ കാണാം, ഹൈക്കിങ്ങിന് പോവാം, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പോൾ ഒന്ന് ബെറാത്ത് വരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം, എന്നിട്ട് നേരെ നോർത്തിൽ പോകുന്നു. എല്ലാത്തിൻ്റെയും ബസ് ടെർമിനൽ ഇത് തന്നെ. ആൽബേനിയയിലെ നോർത്തിലോട്ടും സൗത്തിലോട്ടും എല്ലാം ഉള്ള വണ്ടികൾ ഇവിടെ തന്നെ. രണ്ടുപേരും ഇവിടെ ചെസ്സ് കളിച്ച് ഇവിടെ കൂളായിട്ടിരിക്കുന്നു. അപ്പച്ചൻ സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ബസ് നോക്കുക, ചാടി കയറുക, സീറ്റ് ഉണ്ടെങ്കിൽ ചാടി കയറുക, അവരെടുക്കുമ്പോൾ പോവുക. സുഖത്തിലേക്കുള്ള വണ്ടി കിടക്കുന്നു. ബറാത്ത്. താങ്ക് യു. ബറാത്തിലേക്കുള്ള വണ്ടി യെല്ലോ ആണ്. ഓക്കെ, ബറാത്ത് വണ്ടി എത്തി. എത്ര നോക്കിയിട്ട് ചോദിച്ചിട്ട് കയറാം. ബറാത്ത്. How much lake? 400? How much? Hi. Bharat. Okay. ബറാത്തിനുള്ള ബസ് കണ്ടുപിടിച്ചു. ബസ്സിൽ കയറി. പക്ഷെ ഒരൊറ്റ കുഴപ്പമുള്ളൂ, ഇവിടുത്തെ ബസ് എപ്പോഴാണ് എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ അവരോട് ചോദിക്കായിരുന്നു. കാരണം ഈ ബസ് എന്ന് പറയാൻ ആളാകാതെ ഒരു വണ്ടി എടുക്കത്തില്ല. 2.5 മണിക്കൂറാണ് നമുക്ക് ബറാത്ത് വരെയുള്ള യാത്ര. ഇപ്പോൾ ഏകദേശം 11 മണിയായി. ഇവിടുത്തെ കാര്യം ഒരു കൊച്ച് ചേട്ടനോട് എത്ര മണിക്ക് വണ്ടി പോകുമെന്ന് ചോദിച്ചാൽ തോന്നുന്നു. പുള്ളി പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല എന്നാണ് പറഞ്ഞതെന്നാണ് പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ചേട്ടൻ ഒരു വാൽനട്ടൊക്കെ കഴിച്ച് അങ്ങനെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ, വാട്ട് ടൈം വിൽ ബി സ്റ്റാർട്ട്? ടൈം 1 ora. 1 hour. Oh, in 1 hour we will go. Yeah? Momento. Okay. To get more people inside, yeah? No macchina. Okay. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ 1 hour പോകും തോന്നുന്നു. Did he say we'll go in 1 hour? 1 hour means 12:30. 12:30. 1 hour means 12:30. Okay, cool.
വണ്ടി 12:30 എടുക്കത്തുള്ളൂ എന്നാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അരമണിക്കൂറുണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇപ്പോൾ അകത്ത് വന്നിട്ട് പറഞ്ഞു നമ്മളിപ്പോൾ തന്നെ വണ്ടി എടുക്കുകയാണ്, 12 മണിക്ക് എടുക്കുകയാണെന്ന്. അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ മുന്നേ ബറാത്തിലെത്താം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ട് ആൾക്കാർ വരും കേട്ടോ. പക്ഷേ നമ്മൾ ഓൾറെഡി വെള്ളം മേടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഞാൻ ഒരു വലിയ കുപ്പി വെള്ളം ഓൾറെഡി മേടിച്ച് വെച്ചായിരുന്നു. ഒരു കുപ്പി വെള്ളത്തിന് ഇവിടുത്തെ 100 രൂപയ്ക്കായിരുന്നു. നമ്മുടെ നാട്ടിലെ 100 രൂപ തന്നെ, ഏകദേശം €1. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ്സിൽ. പക്ഷേ ഇതൊന്നും വർക്കിംഗ് അല്ലെന്നേ ഉള്ളൂ. ഫാനുണ്ട്, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി നോക്കി, പക്ഷേ കാറ്റൊന്നും വരുന്നില്ല. ഐ തിങ്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുമായിരിക്കും. ലൈറ്റ് ഉണ്ട്, ലൈറ്റും ഓൺ ആക്കി നോക്കിയിട്ട് ഓൺ ആവുന്നില്ല. നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫാൻ കിട്ടിയാൽ സൗകര്യമായിരുന്നു. നല്ല ചൂടുണ്ടാകത്ത്. പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ചേട്ടൻ 12 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാമെന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. 12 മണിക്ക് വണ്ടി എന്തായാലും പുറപ്പെട്ടിട്ടില്ല. നമുക്ക് പിന്നെ ധൃതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി എപ്പോൾ പുറപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ ഇവിടെ കാത്തു നിന്നതിന് ശേഷം നമ്മൾ പതുക്കെ വണ്ടി ഇടുകയാണ്. സമയം 12:45 12:40. 2.5 മണിക്കൂറിൻ്റെ യാത്ര പതുക്കെ നമുക്ക് തന്നെ പതുക്കെ അൽബേനിയൻ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ബറാത്തിലേക്ക് പോകാം. ശരിക്കും നമുക്കൊരു ടാക്സി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാം കേട്ടോ. ഒരു ടാക്സി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സമയം എടുക്കാതെ എത്രയും പെട്ടെന്ന് എത്താവുന്നതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ റെൻ്റ് കാറൊക്കെ എടുക്കാം. പക്ഷേ അതൊന്നും നമുക്കൊരു ബസ്സിൽ പോകുന്ന യാത്രയുടെ ഫീൽ തരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു ലോക്കൽ ബസ് യൂസ് ചെയ്തത്. ടിറാനയിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ മുതൽ പല കമ്പനീസിൻ്റെ ഓഫീസുകളും കാണുന്നുണ്ടെങ്കിലും കൂടുതൽ കണ്ടത് യൂസ്ഡ് കാറുകളുടെ ഷോറൂമുകളായിരുന്നു. ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അൽബേനിയക്കാർ കൂടുതലും സെക്കൻഡ് ഹാൻഡ് കാറുകളാണ് ഇവിടെ മേടിക്കുന്നത്. പിന്നെ ഈ ബസ് അടുത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ, 1.5 മണിക്കൂർ കാത്തിരുന്നിട്ടാണ്. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ രാജ്യത്തെ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ എണ്ണം കൂടി അവസാനം യൂറോപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാറുകൾ വന്നടിയുന്ന യൂറോപ്യൻ കാറുകളുടെ ഷോപ്പറമ്പെന്നാണ് യൂറോ ന്യൂസ് അൽബേനിയെ പറ്റി എഴുതിയത്. ഇവിടേക്ക് കൂടുതൽ യൂസ്ഡ് കാറുകളും വരുന്നത് ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലൻഡ് പോലെയുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അവിടത്തേക്ക് യൂസ്ഡ് കാറുകൾ പോലും നല്ല മെയിൻറ്റെയിൻഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന് കാരണം. യൂസ്ഡ് കാർ ഷോറൂമുകളുടെ മെയിൻ സ്ഥലം ക്യാപിറ്റൽ സിറ്റിയായ ടിറാന ആയതുകൊണ്ടാണ് ഈ വഴിക്ക് നമ്മൾ ഇത്രയും യൂസ്ഡ് കാർ ഷോറൂമുകൾ കണ്ടത്. അവിടെ കൂടുതലും ബെൻസ് കാറുകളും. ബെൻസ് കാറും അൽബേനിയക്കാരും തമ്മിലുള്ള ബന്ധം വർഷങ്ങളുടെ ചരിത്രമാണ്. അത് 1930കളിൽ നിന്ന് തന്നെ തുടങ്ങണം. 27-ാം വയസ്സിൽ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്ററായ അഹമ്മദ് സോഗ് പിന്നീട് പ്രസിഡന്റ് ആകുകയും സ്വയം രാജാവായി പ്രഖ്യാപിച്ച് അൽബേനിയൻ കിങ്ഡം രൂപീകരിക്കുകയും ചെയ്തു. 1938 ഈ കിങ് സോഗിന്റെ കല്യാണ സമയത്ത് ഹിറ്റ്ലർ സമ്മാനമായി കൊടുത്തത് ഒരു ബെൻസ് കാറായിരുന്നു. ഹിറ്റ്ലർ മറ്റു പല ലോക നേതാക്കൾക്കും അക്കാലത്ത് ബെൻസ് സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻ രാജാവ് ഫറൂഖും ഇറ്റലിയുടെ മുസോളിനിയും ജപ്പാന്റെ എംപറർ ഹിറോഹിറ്റോയും മുതൽ ഇറാന്റെ ഷാ ആയിരുന്ന റസ പഹൽവിക്ക് വരെ ഈ കാർ കൊടുത്തിട്ടുണ്ട്. അക്കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ആഡംബര കാറുകളിലൊന്നായിരുന്നു ഇത്. മെഴ്സറീസ് ബെൻസ് എന്ന ബ്രാൻഡ് അന്നത്തെ അൽബേനിയൻ പൈസക്കാരുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസ് സിംബിളായി മാറിയിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കണം അൽബേനിയൻ ചരിത്രത്തിലെ ബെൻസിന്റെ കഥ തുടങ്ങുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അടുത്ത വർഷം 1939 ഇറ്റാലിയൻ അധിനിവേശ സമയത്ത് കിങ് സോഗിന് ഈ കാർ ഉപേക്ഷിച്ച് അൽബേനിയയിൽ നിന്ന് ഗ്രീസിലേക്ക് നാടുവിടേണ്ടി വന്നു. പിന്നീട് 1946 സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പം ഈ ബെൻസ് വിൽക്കാൻ പരസ്യം പോലും കൊടുത്തിട്ടുണ്ടെന്നാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഞാൻ കണ്ടത്. ഇത്രയും വിലപിടിപ്പുള്ളതും യുണീക്കായതുമായ ഒരു കാറ് ഒരു രാജാവ് വിൽക്കാൻ തീരുമാനിച്ചെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്ന് നമുക്ക് ഊഹിച്ചു നോക്കാം. ഏകദേശം ഇങ്ങനെയായിരുന്നു ആ പരസ്യവാചകം. പിന്നീട് 6 വർഷങ്ങൾക്കിപ്പുറം 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ അൽബേനിയയിൽ അധികാരത്തിലെത്തിയ എൻവർ ഹോജ എന്ന കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതി 1945 മുതൽ 85 വരെയുള്ള 40 വർഷങ്ങൾ അൽബേനിയയിൽ പ്രൈവറ്റ് കാറുകൾ നിരോധിച്ചു. കാറുകൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ആഡംബരമാണെന്നും വ്യക്തിഗത സമ്പത്തുണ്ടാകുന്നത് സോഷ്യലിസ്റ്റ് ആശയമായ സമത്വത്തിനെതിരാണെന്നും പറഞ്ഞാണ് കാറുകൾ നിരോധിച്ചത്. വിദേശ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിരുന്ന ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന എൻവർ ഹോജ പക്ഷേ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ വെസ്റ്റ് ജർമ്മനിയുടെ മെഴ്സറീസ് ബെൻസ് ആയിരുന്നു. കാറുകൾ ബാൻ ചെയ്തിരുന്ന ഇവരുടെ നേതാവ് പക്ഷേ കറങ്ങിയിരുന്നത് അന്നത്തെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള കാറുകളിലൊന്നായ മെഴ്സറീസ് 600. സ്വേച്ഛാധിപതികളുടെ കാർ എന്നൊരു ചീത്തപ്പേരി വണ്ടിക്കുണ്ട്. കാരണം ആ കാലത്തെ പല ലോക നേതാക്കളും പ്രശസ്തരായ സെലിബ്രിറ്റീസും അതോടൊപ്പം തന്നെ പല സ്വേച്ഛാധിപതികളും ഈ കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എലിസബത്ത് രാജ്ഞിയും ഫിഡൽ കാസ്ട്രോയും സദ്ദാം ഹുസൈനും മുതൽ ഈദി അമീനും കിമിൽ സോങ്ങും പാബ്ലോ എസ്കോബർ വരെയും ഈ മെഴ്സറീസ് 600 ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് 1970 ഇവിടേക്ക് വന്ന ജേർണലിസ്റ്റുകളിൽ ഒരാൾ എഴുതിയത് ഇവിടെ ഗ്രാമങ്ങളിലും സിറ്റിയിലും എല്ലാം ഇവരിപ്പോഴും കാളവണ്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇവിടെ അധികം കാറുകളൊന്നും കണ്ടില്ലെന്നുമാണ്. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കാറുകളെല്ലാം സർക്കാരിന്റെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഉപയോഗിക്കാൻ പറ്റിയിരുന്നത്. അതിലും ബെൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ബെൻസിനെ പതിയെ ഇവിടെ എല്ലാവരും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഒരു അടയാളമായി കണ്ടു തുടങ്ങി. ഇവിടുത്തുകാരെല്ലാം സൈക്കിളും നടന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ടുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് കാലത്തിന്റെ അവസാനം ഏകദേശം 30 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് വെറും 3000 കാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 90കളുടെ തുടക്കത്തിൽ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയോടെ സ്വാതന്ത്ര്യം നേടിയ അൽബേനിയക്കാര്
അവരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്ന ബെൻസ് കാറുകൾ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും സെക്കൻഡ് ഹാൻഡോ തേർഡ് ഹാൻഡോ ആണെങ്കിൽ പോലും പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. 40 വർഷങ്ങൾ അൻവർ ഹോജയുടെ ഭരണത്തിൽ അടഞ്ഞു കിടന്നിരുന്ന രാജ്യമായിരുന്നുകൊണ്ട് തന്നെ ബെൻസ് കാറുകൾ ഇവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ഈ രാജ്യത്തിന് പുറത്തും അവർക്ക് ബന്ധങ്ങളുണ്ടെന്നുള്ളതിന്റെയും ഒരു അടയാളമായി മാറി. പടിഞ്ഞാറൻ യൂറോപ്പിൽ ജോലി ചെയ്തിരുന്ന പലരും അവരുടെ കാറുകൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ഗ്രീസിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ജോലി ചെയ്യുന്ന പലരും വീട്ടുകാർക്ക് ബെൻസ് വാങ്ങാൻ പൈസ അയച്ചു കൊടുത്തു. മറ്റു ചിലർ മോഷ്ടിച്ചതും ഇല്ലീഗലായിട്ടുള്ള കാറുകളും ഇവിടേക്ക് ഇറക്കുമതി ചെയ്തു. പക്ഷെ അക്കാലത്തെ ഒരു വലിയ പ്രശ്നം ഇവിടുത്തുകാരും ഇതിനു മുമ്പ് ഒരു കാർ ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. കാറുകൾ നിരോധിച്ചിരുന്ന രാജ്യമായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് പലരും സ്വന്തമായിട്ട് കാർ ഓടിച്ചു തന്നെയാണ് പഠിച്ചത്. അക്കാലത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡന്റുകളും ട്രാഫിക് നിയന്ത്രിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുമായിരുന്നു ഇവിടെ. അന്നത്തെ ഇവിടുത്തെ മോശം റോഡുകളിലും നന്നായിട്ട് ഓടിക്കാൻ പറ്റുമെന്നുള്ളതും ബെൻസിന്റെ പോപ്പുലാരിറ്റി വളരെയധികം കൂട്ടി. അതുകൊണ്ട് തന്നെ പലരും ബെൻസിനെ ടാക്സി ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങി. ഇന്നാണെങ്കിലും ഇവിടെ ഒരുപാട് ബെൻസ് ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പഴയ തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റാതിരുന്ന ഒരു ലക്ഷറി ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു ബെൻസ് കാർ എങ്ങനെയും സ്വന്തമാക്കാൻ ഇവിടെ എല്ലാവരും ആഗ്രഹിച്ചു തുടങ്ങി. അങ്ങനെ പതിയെ ബെൻസ് കാറുകൾ അൽബേനിയൻ കൾച്ചറിന്റെ തന്നെ ഒരു ഭാഗമായി മാറി. ഇവിടെ പലരും തമാശയായിട്ട് പറയുന്നൊരു കാര്യമാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അൽബേനിയക്കാർ എങ്ങനെയെങ്കിലും ഒരു ബെൻസ് ഓടിക്കുമെന്ന്. പതിയെ ഇവരുടെ എല്ലാ ആഘോഷങ്ങളിലും ഡെക്കറേറ്റ് ചെയ്ത ബെൻസ് അതിൻ്റെ ഒരു ഭാഗമായി മാറി. കല്യാണങ്ങളിൽ ചെറുക്കനെയും പെണ്ണെയും ബെൻസ് കാറിൽ കൊണ്ടുവരുന്നത് ഒരു പ്രൗഢിയായി ആളുകൾ കണ്ടു തുടങ്ങി, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ ഇവിടെ ബെൻസ് കാറിൽ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വരെ വേണമെന്നിറങ്ങും. മെഴ്സിഡീസ് ബെൻസ് ഇവർക്ക് വെറും ഒരു കാറല്ല, ഇവരുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും എല്ലാം ഭാഗമാണ് ഇന്ന് ഈ ജർമ്മൻ ബ്രാൻഡ്. ബറാത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഏകദേശം പാതി വഴി എത്തി. അൽബേനിയയിലെ റോഡുകൾ നല്ലതാണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 5-6 വർഷത്തിൽ അൽബേനിയയിലെ റോഡുകൾ വളരെയധികം മെച്ചപ്പെട്ടെന്നാണ് ഞാൻ ഓൺലൈനിൽ വായിച്ചത്. കുറച്ച് വർഷങ്ങൾ മുമ്പായിരുന്നെങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് വന്നാൽ കാർ റെന്റ് എടുക്കരുതെന്നൊക്കെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും കാണാം. പക്ഷെ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമാകാൻ വഴിയില്ല. ഞാൻ എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ മതി യാത്ര എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ സമയവും ക്ഷമയും ഇല്ലാത്തവർക്ക് കാർ തന്നെയായിരിക്കും നല്ലത്. അൽബേനിയൻ ബസ്സിലെ യാത്രയെപ്പറ്റി ഇതിനോടകം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടി കാണുമല്ലോ. ഈ ബസ് നിറയെ ആളായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയതെങ്കിലും വഴിയിൽ ആരോ കൈ കാണിച്ചപ്പം വണ്ടി ഇവിടെ ഒന്ന് നിർത്തി. നാട്ടിലെ പോലെ ആളുകളെ നിർത്തിക്കൊണ്ടു പോകാനായിരിക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് കണ്ടക്ടർ ഏട്ടൻ നമ്മളെ ഞെട്ടിക്കുന്നത്. ഈ ബസ്സിൽ ആർക്കും നിന്ന് യാത്ര ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് പുതിയൊരാളും കൂടെ വന്ന് കയറി. ഞാനിവിടെ ഇരിക്കുന്ന ചേട്ടനോടും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കൊച്ചിനോടും ചോദിച്ചു എത്ര പേരെ അവർ എക്സ്ട്രാ ഇരുത്തുമെന്ന്. എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാവുന്ന എക്സ്ട്രാ ഇതുപോലത്തെ കസേരകളുണ്ട്. എത്ര പേര് കൈ കാണിച്ചാലും വണ്ടി കയറ്റും. ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമുള്ള അവിടം വരെ കുത്തിക്കയറ്റി ഇരുത്തും ആൾക്കാരെ. നമ്മളിപ്പം ടൂറിസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് എനിക്കിവിടെ ബറാത്തിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടുണ്ട്. ഓരോ സ്ഥലം എത്തുമ്പോഴും നമുക്കിങ്ങനെ ഒരു ഗൈഡിനെ പോലെ പറഞ്ഞു തരുന്നുണ്ട്. സ്ഥലമെത്തി, ടൂറിസ്റ്റ് എത്തി, നല്ല ചൂടാ, ബസ്സിനകത്ത് ഇരുന്ന് പുഴുങ്ങുവാണ്. തണ്ണിമത്തനെ കാണുമ്പോൾ ഇറങ്ങിപ്പോയി മേടിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റോപ്പിലൊന്നും അങ്ങനെ നിർത്തി സാധനം മേടിക്കാനുള്ള സ്ഥലമില്ല. ഇത് ഡയറക്റ്റ് ബസ്സാണ് നേരെ നമ്മുടെ ബറാത്തിലേക്ക് പോകുന്ന വഴിക്ക്. ഇങ്ങനെ ആളുകൾക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളിൽ ഇറങ്ങാം. അതുപോലെ ആരെങ്കിലും റോഡിൽ കൈ കാണിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ കയറുകയും ചെയ്യാം. ഇതാണ് ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. പെട്രോളിന് 199, നാട്ടിൽ ഏകദേശം 200 രൂപ, മറ്റേ 197. നാട്ടിലെ വിലയുമായിട്ട് ഏകദേശം സിമിലറാണ്. നമ്മുടെ ബസ് പതിയെ ബറാത്ത് നഗരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വഴിയിൽ കുറേയൊക്കെ കൃഷി സ്ഥലങ്ങൾ കണ്ടിരുന്നു. ഇവരുടെ കൃഷിയെപ്പറ്റിയും ഒരുപാട് പറയാനുണ്ട്. അടുത്ത ദിവസത്തെ യാത്രയിൽ നമുക്കതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. ബറാത്തിനോട് അടുക്കുമ്പം പതിയെ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ഈ നാട്ടുകാർ പലരും ഈ സ്റ്റോപ്പുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം 2:30 ആകുന്നു. അങ്ങനെ 12 മണിക്ക് തുടങ്ങിയ യാത്ര 2-2.5 മണിക്കൂർ കൊണ്ട് അൽബേനിയൻ റോഡുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ ബറാത്തിലെത്തിയിരിക്കുകയാണ്. 2400 വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള ബറാത്ത് നഗരത്തിൽ നിന്ന് നമുക്ക് നാളെ കാണാം.